ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രെറ്റ EVയെ കുറിച്ചാണ്. ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള ക്രെറ്റയെ കുറിച്ചാണ്. അപ്പോൾ ക്രെറ്റയുടെ പുതിയ മോഡൽ 2024 ഇറങ്ങിയ മോഡലിൻ്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്രെറ്റ EVയിലേക്ക് മാറിയപ്പോഴും സെയിം ഏകദേശം അതേ ഡിസൈനിൽ തന്നെയാണ് EVയും വന്നിട്ടുള്ളത്. ഈ ഒരു പുതിയ ക്രെറ്റയുടെ ഡിസൈനിൽ തന്നെ, എങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്രെറ്റ EVയിൽ വന്നപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഫ്രണ്ട് പൊസിഷനിലേക്ക് വരാം. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതിന് മുന്നേ കണ്ട ഏറ്റവും പുതിയ ക്രെറ്റയുടെ ഏകദേശം അതേ ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഫ്രണ്ട് ഗ്രില്ലിലേക്ക് വരുമ്പോൾ ഒരു വേറെ രീതിയിലുള്ള മെറ്റീരിയലും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലോസർ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഈ ഒരു ഗ്രില്ലിന് കൂടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എലമെന്റിനെ നമുക്ക് മെട്രിക്സ് എലമെന്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അഡാസ് ലെവൽ 2ന്റെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. അതിന് താഴെയായിട്ട് നമ്മുടെ ആക്റ്റീവ് എയർ ഇൻടേക്ക് കാണാം. നമുക്ക് എയർ ആവശ്യമുള്ള സമയത്ത് മാത്രം വലിച്ചെടുക്കുന്ന രീതിയിൽ ഒരു ആനിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു എയറോഡൈനാമിക് സിസ്റ്റം ആണ് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു രീതിയിൽ ആവശ്യമുള്ള സമയത്ത് മാത്രം തുറക്കുകയും ആവശ്യമില്ലാത്ത സമയത്ത് അടഞ്ഞിരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ ഈ ഒരു ഹ്യുണ്ടായുടെ എച്ച് എംബ്ലത്തിന് താഴെയായിട്ട് തന്നെ, എച്ച് എംബ്ലം അതിന് പുറകിലായിട്ട് തന്നെയാണ് ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. സാധാരണ വാഹനങ്ങൾക്കൊക്കെ വരുന്ന പോലെ തന്നെ ചാർജിങ് പോർട്ട് ആ ഒരു ഫ്രണ്ട് സൈഡിൽ ആ ഒരു രീതിയിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് സൈഡിലായിട്ട് തന്നെ അവിടെ ചാർജിങ് ഇൻഡിക്കേഷൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള 4 സ്ക്വയർ ബോക്സുകൾ കാണാം. ഈ ഒരു കണക്ടറിന്റെ ചുറ്റുഭാഗത്തായിട്ടും LED കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചാർജ് ചെയ്യാത്ത സമയത്ത് ബ്ലൂ കളറും അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ കളറും, ഇനി ചാർജിങ്ങിൽ എന്തെങ്കിലും എററോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവിടെ റെഡ് കളറിലും പ്രകാശിക്കുന്നതാണ്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള DRL യൂണിറ്റുകൾ കാണാം. അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും പ്രൊജക്റ്റഡ് ആയിട്ടുള്ള LED ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ കാണാം. ഓക്കെ, ഫ്രണ്ട് സൈഡ് ഓവറോൾ ഈ ഒരു രീതിയിലാണ്. പിന്നെ 360 ക്യാമറ വ്യൂവിനുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. മറ്റൊരു വ്യത്യാസം പറയുകയാണെങ്കിൽ സൈഡ് പാനലുകളും അതുപോലെ തന്നെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. പഴയ ക്രെറ്റയെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്രെറ്റ കുറച്ചുകൂടി ലെങ്തിയാണ്. സാധാരണ ക്രെറ്റയേക്കാളും 10 മില്ലിമീറ്റർ ലെങ്ത് കൂടുതലാണ്. അതുപോലെ തന്നെ 20 മില്ലിമീറ്റർ ഹൈറ്റും കൂടുതലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുമ്പോൾ 190 മില്ലിമീറ്റർ എന്നുള്ളത് 200 മില്ലിമീറ്ററിലായി കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു EV സെഗ്മെന്റിലേക്ക് വരുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മളെ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ വരുന്ന രീതിയിലുള്ള അലോയ്, ആ ഒരു ഡിസൈനിൽ തന്നെയാണ് അലോയ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. 17 ഇഞ്ചിന്റെ അലോയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ഒരു എയറോഡൈനാമിക് ഡിസൈനിലായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. പുറകുവശത്തേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. തൊട്ടു മുന്നേയുള്ള ക്രെറ്റയിൽ നമ്മൾ കണ്ടു ശീലിച്ച കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് ഇവിടെയും കാണാം. അതുപോലെ തന്നെ താഴെയായിട്ട് വരുന്ന ഡിഫ്യൂസറിൽ ആ ഒരു ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ഇറങ്ങിയ അവസാനത്തെ മോഡൽ ക്രെറ്റയിൽ താഴെയായിട്ട് സെൻട്രലായിരുന്നു അതിന്റെ റിവേഴ്സ് ലാമ്പ് കാര്യങ്ങളൊക്കെ. ഇവിടേക്ക് വരുമ്പോൾ ആ ഒരു രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലാമ്പിന്റെ കൂടെ ആയിട്ട് വരുന്ന സ്പോയിലർ, അതിന് മുകളിലായിട്ട് വരുന്ന ഷാർക്ക് ഫിൻ ആന്റിന കാണാം. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് കപ്പാസിറ്റിയിലേക്ക് വരാം. ഇതിന് മുന്നേയുള്ള ക്രെറ്റയുടെ സെയിം ബൂട്ട് കപ്പാസിറ്റിയാണ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. 433 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു രീതിയിലാണ് സൈഡ് പാനലും അതുപോലെ തന്നെ ബാക്ക് പാനലിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ റേഞ്ച് അതുപോലെ തന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ 2 വ്യത്യസ്ത തരം ബാറ്ററി പാക്കുകളാണ് ക്രെറ്റ EVയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ ബാറ്ററി സെഗ്മെന്റ് എടുക്കുന്ന സമയത്ത് 51.4 kWh വരുന്ന ഒരു ബാറ്ററിയാണ് അതിൽ വരുന്നത്. അതിൽ തന്നെ 171 PS പവറും 255 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 0 to 100 എത്താൻ നമുക്ക് ഒരു 7.9 സെക്കൻഡാണ് സമയമെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററിയുടെ ക്ലൈമബിൾ റേഞ്ച് വരുന്നത് 473 കിലോമീറ്റർ ദൂരം. ഇനി ഈ ഒരു ബാറ്ററി പാക്കിന്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 10 to 100% ചാർജ് ചെയ്യാൻ നമുക്ക് എടുക്കുന്നത് 4 മണിക്കൂറും അതുപോലെ തന്നെ 50 മിനിറ്റും. ഇനി രണ്ടാമതായിട്ട് വരുന്ന ബാറ്ററി പാക്കിലേക്ക് വരുമ്പോൾ 42 kWhന്റെ ബാറ്ററി പാക്കാണ് വരുന്നത്. 155 PS പവറും അതുപോലെ തന്നെ 255 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ 2 ബാറ്ററിയിലേക്ക് വരുമ്പോഴും ടോർക്ക് സെയിം ആണ്. 255 Nm ടോർക്ക് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു റേഞ്ച് വരുന്നത് 390 കിലോമീറ്റർ ആണ് ക്ലൈമബിൾ റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ 4 മണിക്കൂർ കൊണ്ട് നമുക്ക് 10 to 100% ഈ ഒരു ബാറ്ററി പാക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലൊരു 22 ലിറ്ററിന്റെ ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഒരു ഫ്രണ്ട് സ്പേസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ എഞ്ചിൻ സ്പെക്ക് മീൻസ് നമ്മളെ മോട്ടറിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യങ്ങളും റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
ഓവറോൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ സൈഡിലേക്ക് വരാം. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് NFC ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രി ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതായത് ഈ ഒരു ക്രെറ്റയുടെ NFC കാർഡ് നമ്മളെ മൊബൈൽ ഫോണിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കീലെസ് ആയിട്ടുള്ള എൻട്രി അതുപോലെ തന്നെ വാഹനത്തിന്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മറ്റൊരു ഫീച്ചറായിട്ട് പറയാനുള്ളത് ഇതിന്റെ സീറ്റുകളെ തന്നെയാണ്. മെമ്മറി ഫംഗ്ഷൻസ് അടങ്ങിയ സീറ്റുകളാണ് വരുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ എയർ വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ വാഹനത്തിന് ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ അത് സീറ്റ് പുറകിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള, പുറകിലേക്ക് റിട്രാക്റ്റ് ആയി വരുന്ന രീതിയിലുള്ള സീറ്റുകളും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സീറ്റ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ എല്ലാം ലെതർ ഫിനിഷിലാണ്, നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡോർ പാഡുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ പവർ വിൻഡോ കൺട്രോൾസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സീറ്റിന്റെ കൺട്രോൾസ്, അതിന് താഴെയായിട്ട് നമ്മുടെ ബോസിന്റെ ആ ഒരു സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ബോസിൻ്റെതായിട്ട് വരുന്നത്. സൺറൂഫിലേക്ക് വരുന്ന സമയത്ത് പനോരമിക് ആയിട്ടുള്ള സൺറൂഫാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇന്റീരിയർ സൈഡിൽ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ന്യൂ ക്രെറ്റയുടെ ഡാഷ്ബോർഡ് തന്നെയാണ് ഇതിലും വരുന്നത്. ആ ഒരു പിയാനോ എലമെന്റോട് കൂടിയ എയർ വെന്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവുമാണ് പുതിയ അൽക്കസാറിലും പുതിയ ക്രെറ്റയിലും അതുപോലെ തന്നെ പുതിയ വെർണയിലൊക്കെ ഉണ്ടായി കൊണ്ടുവന്നിട്ടുള്ള സെയിം ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങൾ. ആ ഒരു രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. ആ ഒരു ഹുണ്ടായുടെ എച്ച് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ അയോണിക് 5 കണ്ട പോലെയുള്ള ആ ഒരു ഡിസൈനിലാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ ഒന്നും കൂടി റൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു വ്യത്യാസം പോലെ തോന്നി. അതുപോലെ തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങൾ, മോഡ് കൺട്രോൾ ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഒരു സ്ക്വയർ ടൈപ്പിൽ, ഒരു സിലിണ്ടറിക്കൽ ടൈപ്പിലുള്ള ഒരു ഡിസൈനിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു വ്യത്യാസം പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ പാനലാണ്, സെൻട്രൽ കൺസോളാണ്. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ ക്ലൈമറ്റ് കൺട്രോൾസ് അതുപോലെ തന്നെ AC കൺട്രോൾസ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. അതിന് താഴെയായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള പ്ലഗുകളും USB അഡാപ്റ്ററുകളും Type C പോർട്ടുകളൊക്കെ അവിടെ കാണാം. ഈ ഒരു രീതിയിൽ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു സെൻട്രൽ കൺസോളാണ് ഇവിടെ വരുന്നത്. താഴെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ഒരു രീതിയിൽ ഈ ഒരു ഡിസൈൻ പുതിയൊരു ഡിസൈനായിട്ട് തോന്നി. ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് സൈഡിൽ ആംബിയൻ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈൻ. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് അവിടെ, അതിനുള്ള സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് ബ്രേക്കിന്റെ ബട്ടൺ, ഓട്ടോ ഹോൾഡ്, 360 ക്യാമറ വ്യൂ, മോഡ് ചേഞ്ച് ചെയ്യാനുള്ള കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വശത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് പുറകിലായിട്ട് സീറ്റ് വെന്റിലേഷനുള്ള ബട്ടണുകളും കാണാം. ഈ ഒരു രീതിയിലാണ് 360 ക്യാമറ വ്യൂ വരുന്നത്. അത്യാവശ്യം ഒരു ഡീസന്റ് ക്വാളിറ്റി തരുന്ന ഒരു ക്യാമറയും കാര്യങ്ങളാണ് 360 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കൺസോളിന് പുറകിലായിട്ട് ഇതുപോലെ ഒരു ആംറെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് ഒരു കൂൾഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കാണാൻ കഴിയും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ക്രെറ്റ EVയെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമാണ്. ഇനി ഈ ഒരു വാഹനത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ആയിട്ട് ഉള്ള വീഡിയോ വാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഗുഡ് ബൈ.